വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അത്ര സന്തോഷത്തോടെയൊന്നുമല്ല പൊളിമിക്സ് ആരംഭിക്കുന്നത്. എല്ലാ കളിതാമാശകളെയും അപ്രസക്തമാക്കുന്ന തരത്തിൽ കർഷകരുടെ മുറവിളി കേൾക്കുന്നുണ്ട് കുട്ടനാട്ടിൽ നിന്ന്. സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. കർഷകർ ഞങ്ങൾ ഒന്നാണ്. രാഷ്ട്രീയ ചിന്തകളൊന്നുമില്ല. നഷ്ടപരിഹാരം തന്നെ തീരൂ. കളക്ടറേറ്റ് ധർണ സിന്ദാബാദ്. കളക്ടറേറ്റ് ധർണ സിന്ദാബാദ്. കർഷക മക്കൾ പറയുന്നു തന്നെ തീരൂ, തന്നെ തീരൂ, നഷ്ടപരിഹാരം തന്നെ തീരൂ. കുട്ടനാടൻ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കുട്ടനാട്ടിലെ ഏതാണ്ട് 70% പാടശേഖരങ്ങളിലും വരിനെല്ലെന്ന് പറയുന്നതും കവടയെന്ന് പറയുന്നതുമായ കളകളും അതുപോലെ തന്നെ മുഞ്ഞയും പുഴുക്കളും എല്ലാം കൊണ്ട് ഈ വർഷം കൃഷി വമ്പിച്ച പരാജയവും നഷ്ടവുമാണ്. അതിന് നഷ്ടപരിഹാരമടക്കമുള്ള ആശ്വാസ നടപടികൾ തേടിയാണ് പീലിയാനിക്കൽ അച്ഛനും കർഷകരും ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലെത്തിയത്. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെടണം. മുഖ്യമന്ത്രി കുട്ടനാട് സന്ദർശിക്കണം. മുഖ്യമന്ത്രി സന്ദർശിച്ച് കർഷകരെ ആശ്വസിപ്പിക്കണം. സമാധാനങ്ങളെ ആശ്വാസ നടപടി പ്രഖ്യാപിക്കണം. കൃഷിമന്ത്രി കുട്ടനാട്ടിൽ വന്ന് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ സഹായങ്ങളും നൽകി അടുത്തു വരുന്ന കൃഷിയെങ്കിലും ഈ വരിനെല്ലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. പീഡിതരായ കർഷകരുടെ മധ്യസ്ഥനായ പീലിയാനിക്കൽ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് മുഖ്യമന്ത്രി വന്നില്ല, കൃഷിമന്ത്രി മാത്രമാണ് വന്നത്. പക്ഷെ പൊളിമിക്സിന് അതിനേക്കാൾ പ്രധാനമായി തോന്നിയത് മറ്റൊരാളുടെ സന്ദർശനമാണ്. മുഞ്ഞ വീഴ്ചയെയും കളയെയും കുറിച്ചെല്ലാം അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരാളുടെ സന്ദർശനം. ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റിയ ഒരാൾ. ഇപ്പോൾ അത് ചത്ത് താഴെ കിടക്കും. സ്വല്പ നേരം കഴിയുമ്പോൾ അത് ഇരട്ടിയായിട്ട് വർദ്ധിച്ച് വരികയാണ്. ഇപ്പം കുഞ്ഞച്ചെന്ന് പറയുന്ന കക്ഷിയുടെ നിലവാണ്. ഇവിടെ അടിച്ചാൽ സാധനം അപ്പുറത്ത് വരും. ഇപ്പം തന്നെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു കിൻഡലിന് 140 രൂപ. ചുമട്ടൂരിൽ ഇപ്പം തന്നെ ഒരു പിടി നെല്ല് വാരി ഇടുന്നതിന് 30 പൈസ. മഴ പെയ്യാനാണ് ഇതെല്ലാം കാരണം. കാലവർഷം പെയ്തില്ല, മിഥുനത്തിൽ പെയ്തില്ല, കർക്കിടകത്തിൽ പെയ്തില്ല. പാട്ടം ചെയ്യുന്നതിന് 45,000 രൂപ ചെലവ്. ഓരോ വർഷം ചെലവ് കൂടും. ഇത് മങ്കായി കൊയ്ത്തന്ത്രത്തിൽ കൊയ്യുമ്പോ ഇത് മുഴുവൻ പുറകോട്ട് പോകും. അതിന്റെ കൂടെ പകുതിയല്ല, പൂർണ്ണമായും നഷ്ടം കിട്ടണം. പൂർണ്ണമായും നഷ്ടം. കുട്ടനാട്ടിലെ കാർഷിക മേഖലയിൽ അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. കടുത്ത മുഞ്ഞബാധ മൂലം, വരിനെല്ല് മൂലം വ്യാപകമായ കൃഷിക്ക് നാശം വന്നിരിക്കുന്നു. കൃഷിക്കാരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പം തന്നെ ഏതാണ്ടൊരു 10 കോടി രൂപയിലധികം നാശം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് എത്രത്തോളം വർദ്ധിക്കുമെന്ന് പറയാനാവില്ല. അനിതര സാധാരണമായൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
അനിതര സാധാരണമായ സ്ഥിതിവിശേഷം എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനുണ്ടായ സ്ഥിതിവിശേഷം എന്നാണ് മലയാളം. തെരഞ്ഞെടുപ്പ് കാലത്ത് മുഞ്ഞ വീഴ്ച കോൺഗ്രസിനെ വീഴ്ത്തി. കള, അതായത് വരിനെല്ല്, അതാണ് ഇപ്പോഴത്തെ ഭീഷണി. സ്വാശ്രയ സമരകാലത്ത് മൊത്തം നഷ്ടത്തിലാവാൻ കാരണം കളയാണ് എന്ന് നന്നായി കൃഷി നടത്തി പരിചയമുള്ളവർ പറയുന്നുണ്ട്. ഏത് തരത്തിലായാലും ചില അപക്വമതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് നിർബന്ധം സർക്കാരിനെ ഒന്ന് മുട്ടുകുത്തിക്കാൻ, ഈ സമരം അങ്ങ് ആരംഭിക്കാം, നിരാഹാരം തന്നെ ആരംഭിക്കാം. നമ്മൾ നിരാഹാരം ആരംഭിച്ചു. പക്ഷെ നമ്മൾ കേരളത്തിൽ ഒരുപാട് സമരം കണ്ടിട്ടില്ലേ? ആ സമരങ്ങൾക്കൊക്കെ പലതരത്തിലല്ലേ ജനങ്ങൾ ഇളകി വരിക. ഇവിടെ എന്താ ഉണ്ടായത് കേരളത്തിൽ? ആ സമരം ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? എന്തെങ്കിലും അതിനെപ്പറ്റി വർത്തമാനങ്ങളുണ്ടായി? വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ ഉണ്ടായിരുന്നു. നെല്ലിൽ കള വളരുന്നത് പോലെ തന്നെയാണല്ലോ ഒരു പാർട്ടിയിൽ അപക്വമതികളായ നേതാക്കൾ വളർന്നു വരുന്നതും. ഒടുവിൽ കള പാടത്തെ ആകമാനം മൂടുന്നത് പോലെ തന്നെയാവും അത്തരം നേതാക്കൾ തീരുമാനമെടുത്താൽ ഉണ്ടാകുന്ന സ്ഥിതി. സമരം എന്ത് നടത്തണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണല്ലോ. പക്ഷെ ഞങ്ങൾ കേട്ടത് ചിലരുടെ നിർബന്ധമായിരുന്നു ഇങ്ങനെയൊരു സമരം നടത്തണമെന്ന്. അതിനകത്ത് തന്നെ ഈ ആലോചനക്ക് വന്നപ്പോൾ ചിലർ പറഞ്ഞു പോലും ഇതിൽ നിരാഹാര സമരമൊന്നും നടത്താൻ കോപ്പില്ല കേട്ടോ. അവരുടെ ഞങ്ങൾ പറഞ്ഞില്ല, അവരുടെ തന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടായി എന്നാണ് കേട്ടത്. ഇത്തരം ഒരു ഘട്ടത്തിൽ നിരാഹാര സമരമായിട്ടൊന്നും പുറപ്പെടണ്ട. കാരണം അങ്ങനെ ഒരു തെറ്റൊന്നും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ട് എന്ന് പറയാനാവില്ല. പിന്നെ എന്ത് പറഞ്ഞാണ് നമ്മൾ നിരാഹാരത്തിന് പുറപ്പെടുക? ഇപ്പോൾ പുറപ്പെടാതെ നിരാഹാര സമരം ആരംഭിക്കാതിരിക്കലാണ് നല്ലത് എന്ന് അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായം ഉയർന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ആ കളകൾ കരുത്തു കാണിച്ചത്. അവർക്ക് നിർബന്ധം സർക്കാരിനെ ഒന്ന് മുട്ടുകുത്തിക്കാൻ, ഈ സമരം അങ്ങ് ആരംഭിക്കാം, നിരാഹാരം തന്നെ ആരംഭിക്കാം. നമ്മൾ നിരാഹാരം ആരംഭിച്ചു. ആ സമരം ആരെങ്കിലും ശ്രദ്ധിച്ചോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? എന്തെങ്കിലും അതിനെപ്പറ്റി വർത്തമാനങ്ങളുണ്ടായി? വല്ലാത്തൊരു ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാനാവുമെന്നാണ് വിദഗ്ധർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംവിധാനത്തിൽ ചില മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെയാണ് എന്നാണ് കൃഷിക്കാർ പറഞ്ഞത്. അതല്ല, ഓരോ വ്യക്തിയുടെയും കൃഷിക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ കൃത്യമായി വിലയിരുത്തി അവർക്ക് യഥാർത്ഥ നഷ്ടം എത്ര വന്നിട്ടുണ്ടോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ടൊരു 45,000 രൂപയോളം അവരിപ്പോൾ ഏക്കറിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ ഇനിയും അവർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയും പണം മുടക്കേണ്ടതായിട്ടുണ്ട്. ഇറക്കിയ പണമൊക്കെ വെള്ളത്തിലാകുന്ന, വൃഥാവിലാകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ തന്നെ. ആ പാർട്ടിയിൽ കൃഷി നടത്താനായി പണമിറക്കിയവരെല്ലാം വെള്ളത്തിലായി. ഓരോരുത്തരുടെയും നഷ്ടത്തിൻ്റെ കണക്കുകൾ ശേഖരിക്കാൻ വളരെ എളുപ്പമാണ്. തൃശ്ശൂർ ജില്ല പാട്ടത്തിനെടുത്ത് കൃഷി നടത്തിയിരുന്ന ആൾ ഇതാണ്. മൂപ്പരാണ് തൃശ്ശൂർ ജില്ലയിലെ കൃഷി കുളമാക്കിയതെന്ന് അവിടുത്തുകാർ പറയുന്നു. അതെന്നെ അറിയുന്ന കാര്യം പറയില്ല. ഞാൻ കൊല്ലങ്ങൾ കുറേയായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. 10-60 കൊല്ലം ഉത്തരവാദി സ്ഥാനത്തിരിക്കുന്ന പ്രവർത്തകരെ ഞാൻ വാൾ പോസ്റ്റ് ഒട്ടിച്ചു, ചുമരെഴുതിയും മുദ്രാവാക്യം വിളിച്ചു വളർന്നു വന്ന പ്രവർത്തകരാണ്. കോൺഗ്രസിന് ക്ഷീണം വരുന്ന ഒരു കാര്യം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. തോറ്റോര് സ്വയം വിലയിരുത്തണം എന്താ തോൽക്കാൻ കാരണം എന്നുള്ളത്. തോൽപ്പിക്കാനൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് എന്നെ പോലൊരാൾക്ക് അത് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല എനിക്ക്. ഇനി ഇദ്ദേഹത്തെ പാടത്തിലേക്ക് അടുപ്പിക്കരുത് എന്നാണ് കർഷക തൊഴിലാളികൾ പറയുന്നത്. പുനഃസംഘടന, പാർട്ടിയുടെ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റുന്നു എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തൃശൂർ DC പ്രസിഡന്റ് മാറേണ്ടി വരും. തൃശൂർ DC പ്രസിഡന്റ് മാറുകയാണെങ്കിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എന്റെ മാത്രമല്ല, ഇവിടുത്തെ ഭൂരിപക്ഷ ആൾക്കാരുടെ അഭിപ്രായം അതാണ്. പുതുരക്തത്തിന് അവസരം കൊടുക്കണം. ഈ വന്യവയോധികരായിട്ടുള്ള ആളുകൾക്ക് പാർട്ടി പ്രവർത്തനത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ വല്ല KPC പ്രസിഡന്റ് സ്ഥാനത്തേക്കോ AICCയിലേക്കോ
ഒക്കെ ആക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ഇവിടെ ഈ ജില്ല രക്ഷപ്പെടണമെങ്കിൽ കോൺഗ്രസിനും UDF-നും കൂടുതൽ ശക്തി ഉണ്ടാവണമെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വരണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ ശതാഭിഷേക്തരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ദയവീതിട്ടൊന്ന് മാറ്റി നിർത്താം. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് വളരെയധികം അനുയായികളുണ്ട് ജില്ലയിൽ, വളരെയധികം ഉണ്ട്. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് ന്യൂനപക്ഷ ചില ആൾക്കാരുടെ അഭിപ്രായമാണ്. CN ബാലകൃഷ്ണനെ വീട്ടിലെത്താൻ പറ്റുന്ന നോക്കണതാ, സാധിക്കില്ല. അത് ഒരാൾക്കും പറ്റാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം അനുയായികൾ, എന്നെ സ്നേഹിക്കുന്നവർ ജില്ലയിലുണ്ട്. അവരെ വിശ്രമിക്കാൻ അനുവദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. തൃശ്ശൂരിനേക്കാൾ വലിയ മുന്നവീഴ്ചയായിരുന്നു കോഴിക്കോട്ട്. വർഷങ്ങളായി ആ ജില്ല പാട്ടത്തിനെടുത്ത് കൃഷി നടത്തി വരുന്നയാളാണ് നഷ്ടത്തിലായത്. മൂപ്പരേതായാലും കൃഷി നിർത്താൻ തയ്യാറാണത്രേ. കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ ചെയ്യാവുന്ന ഒരു ത്യാഗം, ഈ ഉള്ള സ്ഥാനം കുറച്ചാൾ എന്തായാലും മാറ്റണം. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത, ഒരെണ്ണ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത ഇന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് മാറ്റിക്കോളി. അല്ല, ഈ പാർട്ടി രക്ഷപ്പെടാൻ വേണ്ടി. കാരണം നമ്മൾ ഈ കൊപ്പര ഉണക്കുന്ന ഈ കൊപ്പരക്കളത്തിൽ എല്ലാ കാക്കനെയും കൊന്നു നോക്കാറില്ല. മറ്റ് കാക്കൻ്റെ ഉപദ്രവം വരാതിരിക്കാൻ ഒന്നിനെ കൊല്ലും, എന്നിട്ട് അതിൻ്റെ ചിറകോ വാലോ ആട് തൂക്കിയിടും. എന്നാൽ വേറൊരു കാക്കൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല. പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു കാക്കനെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ അതിനുപയോഗിച്ച് എൻ്റെ ചിറകോ വാലോ എവിടെ തൂക്കിയാലും എനിക്ക് വിരോധമില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ KC അബു വല്ലാത്തൊരു കാക്ക തന്നെയാണ്. ഏതായാലും കോൺഗ്രസുകാരുടെ കളിതമാശകൾ ഏറെ നേരം കേട്ടു നിൽക്കാൻ നേരമില്ല. ഒരിടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ചില മൃഗീയമായ കാര്യങ്ങളുണ്ട്. മൃഗീയ അവലോകനം നടത്തുന്നത് പൊളിമിക്സ് അല്ല. അവരുടെ കാര്യം ശരിയാക്കാനായി സർക്കാർ ചുമതലപ്പെടുത്തിയ ആൾ തന്നെയാണ് K. രാജു. മൃഗങ്ങൾ മിക്കവാറും എൻ്റെ വകുപ്പിൽപ്പെട്ടവരാകട്ടെ. മനുഷ്യരെ ഉള്ളില്ലാത്തത്, മൃഗങ്ങളെല്ലാം എൻ്റെ വകുപ്പാണ്. മൃഗ സംരക്ഷണം എൻ്റെ വകുപ്പാണ്. ക്ഷീരവികസനം എൻ്റെ വകുപ്പാണ്. സൂ എൻ്റെ വകുപ്പാണ്. ഈ ഗാലറി ഇത് മ്യൂസിയം അങ്ങ് മാറ്റി. കാരണം അവിടെ മൃഗങ്ങളല്ലല്ലോ. ഈ റോഡിന് താഴെയുള്ള എനിക്ക്. അപ്പോൾ മൃഗങ്ങളെല്ലാം എൻ്റെ വകുപ്പിൽപ്പെട്ടവരാണ്. മൃഗസംരക്ഷണ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരം മൃഗശാലയിലെ നിത്യസന്ദർശകനാണ്. എന്നാലും അദ്ദേഹത്തെ പരിചയമില്ലാത്ത ചിലരെല്ലാം അവിടെയുണ്ട്. റെറ്റിക്കുലേറ്റഡ് ഫോർ പെരുമ്പാമ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഏതാണെന്നൊന്ന് കാണണം. ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ള മയിലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് പുതിയ അതിഥികളായി എത്തിയ ഈ വെള്ള മയിലുകളെയും പെരുമ്പാമ്പിനെയും അവർ വന്നപ്പം മുതൽ തിരക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്, എവിടെ ഈ വകുപ്പിൻ്റെ മന്ത്രിയെന്ന്. അതുകൊണ്ട് ഇന്ന് ഈ യോഗം കഴിഞ്ഞിട്ട് അവയെ പോയി സന്ദർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വന്യജീവി വാരാചരണത്തിന്റെ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രി ഇവിടെ എത്തിയത് കേട്ടോ. രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധി ജയന്തിയുടെ ജന്മദിനത്തിൽ തന്നെ ആണ് നമ്മൾ ഈ വന്യജീവി വാരാചരണത്തിൻ്റെ തുടക്കം കേരളത്തിൽ വനം വകുപ്പിൻ്റെ ആസ്ഥാനത്ത് വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതിൻ്റെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ചേരുന്നത്. പക്ഷേ ഈ വാരാചരണം അവസാനിക്കുന്നത് നാളെയുള്ളൂ. അതുകൊണ്ട് നാളെ കൂടി വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ മൃഗശാലയിൽ പ്രവേശനം സൗജന്യമാണ്. മന്ത്രിക്ക് സൗജന്യമാണ് എന്ന് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ വീടല്ലേ. കുട്ടികൾ കണ്ട ഈ പുതിയ പെരുമ്പാമ്പിനെയും മയിലുകളെയൊക്കെ കണ്ടില്ല. അപ്പോൾ ഇന്നും നാളെയും കൂടെ സൗജന്യമാണ്, കയറി കാണണം. മൃഗശാലയിൽ നിന്ന് പുറത്തു കടക്കുകയാണ്.
പുറം ലോകവും ഒരു കാഴ്ച ബംഗ്ലാവാണല്ലോ. കോട്ടയം നഗരത്തിൽ നിന്നുള്ള ഒരു കാഴ്ച കാണാം. ഓടുന്ന കാര്യത്തിലാണ് MSFകാരും ABVPക്കാരും ഇപ്പോൾ മത്സരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ പോലീസ് അകമ്പടിയോടെ റോഡിൽ ഓടാതെ മത്സരം ഏതെങ്കിലും മൈതാനത്തേക്ക് മാറ്റുന്നത് നന്നായിരിക്കുമെന്ന് രണ്ടു കൂട്ടരെയും അറിയിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കേരളത്തെ മൊത്തം നന്നാക്കി തരാം. കേരളത്തെ മൊത്തത്തിൽ നന്നാക്കിയെടുക്കാനുള്ള ഒരൊറ്റമൂലിയുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ ഇരിക്കുന്നവരെങ്കിലും ഒരു തീരുമാനമെടുത്താൽ കേരളം രക്ഷപ്പെടും. എന്നെ പോലെ ആയാൽ മതി. എന്തില് വായ കൂടെ കഴിക്കുന്ന കാര്യത്തിൽ. മാലിന്യം എന്ന് വാക്ക് കേട്ടിട്ടില്ലേ? പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വീടിൻ്റെ പുറത്തേക്കിടുന്ന വസ്തുക്കളാണ് മാലിന്യം എന്നാണ്. ശരീരത്തിനാവശ്യമില്ലാത്ത വസ്തു വായിലൂടെ ഇട്ടാൽ, പറഞ്ഞോളാം, ഞാൻ പൊക്കോളാം, അതും മാലിന്യമാണ്. അങ്ങനെയാവുമ്പോൾ ഈ മാഷ് എന്താണാവോ കഴിക്കുന്നത്? അതും അറിഞ്ഞു വെക്കണമല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മത്സ്യമോ മാംസമോ മുട്ടയോ മദ്യം, മയക്കുമരുന്ന്, പുകയില, ഇതൊന്നും സ്വാദ് പോലും എന്താണ് എന്നറിയാത്ത ഒരാളാണ്. സ്വാദ് പോലും അറിഞ്ഞിട്ടില്ല. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ചുറ്റും ഏത് മയക്കുമരുന്നും, ഏത് വില കൂടിയ മദ്യവും, ഏത് മനോഹരമായ സ്വാദുള്ള മാംസവും ഒക്കെ ചുറ്റും കൊണ്ടുവച്ചാലും അതിൻ്റെ ഇടയിൽ സുഖമായി കിടന്ന് മനോഹരമായിട്ട് ഉറങ്ങും. ഇതെല്ലാം കാണുമ്പോഴേക്ക് ഉറങ്ങിപ്പോകുന്ന ഒരാൾ പിന്നെ എന്തു കഴിച്ചിട്ടായിരിക്കും ഇത്രയും വളർന്നത്? പച്ചക്കറി മാത്രം കഴിച്ച് ജീവിച്ച് ഇത്രയും വയസ്സായ ആളാണ്. ക്യാൻസർ രോഗമൊക്കെ ഉണ്ടാവുന്ന എന്താന്ന് ചോദിച്ചാൽ ഒരു കാരണം മാംസം. മാംസത്തിൻ്റെ അമിത ഉപയോഗം, അതിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്, നൈട്രോസോ കോമ്പൗണ്ട്സ് ഒക്കെ അതിനകത്തുള്ളതാണ്. ഇതെല്ലാം കഴിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് ആണ് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. മാഷ് ഒരു പച്ചക്കറി മൗലികവാദി ആയതുകൊണ്ട് പറയുന്നതൊന്നുമല്ല കേട്ടോ. ജന്മനാ കെമിസ്ട്രി പഠിച്ചതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. എങ്ങനെയാണ് മയക്കുമരുന്ന് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്? അത് തിരിച്ചറിഞ്ഞാൽ ആ ഭയം പലരും മനസ്സിലുണ്ടാവും. പഞ്ചസാര എന്ന് പറയുന്ന എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഒരു തന്മാത്രം വായിലിട്ടാൽ നാവിൽ വെച്ച് തന്നെ അത് വിഘടിച്ച് ഗ്ലൂക്കോസ് യൂണിറ്റുകളായിട്ട് മാറും. ഒരു തന്മാത്രയാണ്. ആ തന്മാത്ര വായിലൂടെ വന്ന് അന്നനാളത്തിലൂടെ ഇറങ്ങി ആമാശയത്തിലെത്തി ഡിസോൾവ് ചെയ്തതിൻ്റെ തന്മാത്ര പാൻക്രിയാസിൽ വന്ന് പതുക്കെ ഇങ്ങനെ മുട്ടും. കാണാണ്ടോ?
കേട്ടോന്നല്ലേ ചോദിച്ചത്? കാണാണ്ടോ എന്ന് ചോദിച്ചത്. വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ പാൻക്രിയാസിൽ ഇങ്ങനെ മുട്ടുമ്പോൾ പാൻക്രിയാസിനകത്തെ ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കും. ഹലോ, കേട്ടോ? എന്തിനാത് പറഞ്ഞത്? പഞ്ചസാര മയക്കുമരുന്നല്ലല്ലോ. ഇതാണ് ചോദ്യം മനസ്സിൽ. ഒരു തന്മാത്ര നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നറിയാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. കഴിക്കുന്നതെല്ലാം ആമാശയത്തിൽ നേരിട്ടല്ല ദിക്കുകയും നേരെ സ്പ്രെഡ് ചെയ്ത് പോവല്ല. കഴിക്കുന്ന തന്മാത്ര സ്പെസിഫിക് ആയിട്ട് ചില ഓർഗൻസിൽ ചെന്ന് ആക്ട് ചെയ്യണം. അപ്പോഴാണ് ഹോർമോൺസും എൻസൈംസും ഒക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉൽപ്പാദനം നിർത്തുന്നത്. അത് പഞ്ചസാരയുടെ രസതന്ത്രം. ഈ രസതന്ത്രത്തിൽ ഈ മാഷക്ക് അറിയാത്തതായി ഒന്നുമില്ല കേട്ടോ. മയക്കുമരുന്നിൻ്റെ രസം അറിയില്ലെങ്കിലും അതിൻ്റെ തന്ത്രം അറിയാം. ഇങ്ങനെ എല്ലാം പറഞ്ഞു തരാൻ സമയമില്ല. മയക്കുമരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അതായത് ഒരു പ്രത്യേക തന്മാത്രയാണ്. അത് വിശദീകരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വരില്ല. ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വന്ന് അവിടെ വന്ന് ആക്ട് ചെയ്യാം. വേറെ എങ്ങും ചെല്ലില്ല, ഹൃദയത്തിലേക്ക് വന്നുള്ള അവിടെ ചെന്ന് ആക്ട് ചെയ്യും. അപ്പോൾ ആ സെൻട്രൽ നെർവസ് സിസ്റ്റം പെട്ടെന്ന് അങ്ങ് അതിൻ്റെ പ്രവർത്തന രീതി മാറ്റുന്നതോടുകൂടി വല്ലാത്തൊരു എന്താ പറയുക, ഒരു എന്താന്ന് നമുക്കറിയില്ല, എന്തോ അല്ലേ, എന്തോ ഉണ്ടാവും. അതെന്തോ ഒരു വിഭ്രമമായിട്ട് വരും. ഇതാണ് ഇത് കഴിക്കുമ്പോഴത്തെ പ്രത്യേകത. കുറച്ച് കഴിയുമ്പോൾ ഈ നെർവസ് സിസ്റ്റം പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. ആൾ പഴയ ആളായി. അപ്പോൾ വീണ്ടും അങ്ങനെ ആവണം തോന്നും, വീണ്ടും ഇതിനെ ചെന്നിടിക്കും, വീണ്ടും അങ്ങനെയാവും. അപ്പം ഇതിങ്ങനെ വിഭ്രമമാവും, താഴേക്ക് വരും, വീണ്ടും വിഭ്രമമാവും, താഴേക്ക് വരും. അങ്ങനെ വന്ന് ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി അങ്ങ് നഷ്ടപ്പെടുമ്പോൾ പിന്നെ തിരിച്ചു വരിക എന്നത് അസാധ്യമാവുകയും പാരാലിസിസ് അടക്കം ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിൻ്റെയും പാരാലിസിസിലേക്ക് ആ നെർവസ് സിസ്റ്റം എത്തുകയും ചെയ്ത് ജീവിതം മുഴുവൻ ജീവച്ഛവമായിട്ട് മാറുന്ന ഒരവസ്ഥ സൃഷ്ടിക്കും എന്നുള്ളതാണ് അതിൻ്റെ കെമിസ്ട്രി. മാംസാഹാരത്തിൻ്റെ കെമിസ്ട്രി കേട്ടാൽ വിറച്ചു പോകും, ശരിക്കും വിറച്ചു പോകും. മാംസം കഴിക്കാവുന്നത് കരിച്ച് പൊരിച്ച് അങ്ങേയറ്റം എത്ര പറ്റുമോ അതിലെന്താ ചേർത്തതൊക്കെ ചേർത്തിട്ടുള്ള മാംസമാണ് നമ്മളെല്ലാം കഴിക്കും. ഫ്രീ റാഡിക്കൽസ്, ആ കെമിസ്ട്രി അറിയണവർക്ക് അങ്ങ് നിറഞ്ഞ് കുമിഞ്ഞ് നിൽക്കണമല്ലേ ഫ്രീ റാഡിക്കൽസ്. അതങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഓർത്തോളണേ, ഇതെല്ലാം നമ്മുടെ ബ്ലഡിലേക്ക് ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈപ്പിൽ വെള്ളമടിക്കില്ലേ, അതുപോലെ ഇങ്ങനെ ആ ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ. മയക്കുമരുന്ന് ഒരു കഷ്ണം ഇത് ഭാഗത്തെത്തിയാൽ ലൈസർജിക് ആസിഡ് ഡൈഥൈലമൈഡ് ഇങ്ങനെ പമ്പ് ചെയ്യാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എന്നുള്ളത് നമുക്ക് ഓർത്താൽ മതി. മതി. ഇനി പോയിട്ട് കോഴി പൊരിച്ചതും ചപ്പാത്തിയും കഴിക്കട്ടെ. പൊളിമിക്സിന് രസതന്ത്രം അറിയില്ലല്ലോ, രസം മാത്രമേ അറിയൂ. തിന്നിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ലെങ്കിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.